Good afternoon, dear students. ഇനി നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിനിങ് ക്ലൈമറ്റ് ആണ്. ട്രെയിനിങ് ക്ലൈമറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ട്രെയിനിങ് ക്ലൈമറ്റ് എന്താണെന്നുള്ളതാണ് നോക്കുക. വേരിയസ് ഇൻഫ്ലുവൻസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഫോമൽ ആൻഡ് ഇൻഫോർമൽ ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ് ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേരിയസ് ഇൻഫ്ലുവൻസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഫോമൽ ആൻഡ് ഇൻഫോർമൽ ട്രെയിനിങ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സിനെയാണ് ട്രെയിനിങ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ട്രെയിനിങ് ഗുഡ് ആണെങ്കിൽ ചില ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ആ ക്ലൈമറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ്, ആ ക്ലൈമറ്റിൽ വരുന്ന എലമെൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ ഓർഗനൈസേഷനിലെ ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിലെ എലമെൻറ്റ്സ് എന്നുള്ളതാണ്. ദ എലമെൻറ്റ്സ് വിച്ച് മേക്ക് ദ ട്രെയിനിങ് ക്ലൈമറ്റ് ആർ ഫസ്റ്റ് വൺ മാനേജീരിയൽ സപ്പോർട്ട്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്, വേരിയസ് ഇൻഫ്ലുവൻസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാനേജീരിയൽ സപ്പോർട്ട്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രെയിനിങ് ക്ലൈമറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് കുറച്ച് 3 എലമെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. 3 എലമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഫാക്ടേഴ്സാണ് ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാനേജീരിയൽ സപ്പോർട്ട്. Supervisors give recognition and credit to those who apply new knowledge and skills to their work. അപ്പോൾ മാനേജീരിയൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മാനേജീരിയൽ സപ്പോർട്ടാണ് ട്രെയിനിങ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത്. അതായത് എന്താണ് മാനേജീരിയൽ സപ്പോർട്ടിൽ ഫസ്റ്റ് വൺ പറയുന്നത്, സൂപ്പർവൈസേഴ്സ് ഗീവ് റെക്കഗ്നീഷൻ ആൻഡ് ക്രെഡിറ്റ് ടു ദോസ് ഹു അപ്ലൈ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ് ടു ദെയർ വർക്ക്. അപ്പോൾ ഏതൊക്കെ എംപ്ലോയീസ് ആണോ അവരുടെ വർക്കിൽ ന്യൂ നോളജും സ്കിൽസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പോൾ അവരെ പ്രത്യേകമായിട്ടും റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർവൈസേഴ്സ് ഗീവ് റെക്കഗ്നീഷൻ ആൻഡ് ക്രെഡിറ്റ് ടു ദോസ് ഹു അപ്ലൈ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ് ടു ദെയർ വർക്ക്. അപ്പോൾ ട്രെയിനിങ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ എഫിഷ്യൻസീനെ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിലൊന്നാണ് മാനേജീരിയൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ട്രെയിനിങ്ങിൻ്റെ എഫിഷ്യൻസീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ്. എങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് ആയിരിക്കണം? ദേ ഗീവ് റെക്കഗ്നീഷൻ ആൻഡ് ക്രെഡിറ്റ് ടു ദോസ് ഹു അപ്ലൈ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ് ടു ദെയർ വർക്ക്. അപ്പം പുതിയ നോളജും സ്കില്ലും അക്വയർ ചെയ്യണമെങ്കിൽ അവരെന്ത് വേണം? ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് എന്താ ചെയ്യുന്നത്? അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് അതിലൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ സൂപ്പർവൈസേഴ്സ് ബിഹേവ് ചെയ്യണം. അതൊരു മാനേജീരിയൽ സപ്പോർട്ടാണ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, സൂപ്പർവൈസേഴ്സ് മാച്ച് അസോസിയേറ്റ്സ് നീഡ്സ് ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു അറ്റൻഡ് ട്രെയിനിങ്. സൂപ്പർവൈസേഴ്സ് പ്രൊവൈഡ്, അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ സൂപ്പർവൈസേഴ്സ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു അറ്റൻഡ് ട്രെയിനിങ് ഫോർ അസോസിയേറ്റ്സ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അസോസിയേറ്റ്സ് എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് എന്താ ചെയ്യേണ്ടത്? ദേ വാണ്ട് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു അറ്റൻഡ് ട്രെയിനിങ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നമ്മൾ പറയുന്നത് അസോസിയേറ്റ്സ്. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ അസോസിയേറ്റ്സ്. അപ്പോൾ അസോസിയേറ്റ്സിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നല്ലൊരു ട്രെയിനിങ് ക്ലൈമറ്റ് ഉണ്ട് എന്നുള്ളതാണ്. തേർഡ് വൺ, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ആർ എൻകറേജ്ഡ് ബൈ സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യണം? ദേ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ആർ എൻകറേജ്ഡ്. ദേ വാണ്ട് ടു എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ഓഫ് ദ
സബോർഡിനേറ്റ്സ് ഓർ എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും നല്ലൊരു ക്ലൈമറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ടോപ്പ് മാനേജ്മെൻറ്റ് എക്സെപ്റ്റ് ഹൈ ലെവൽസ് ഓഫ് പെർഫോമൻസ് ഓൾ ടൈംസ്. ടോപ്പ് മാനേജ്മെൻറ്റ് എക്സ്പെക്ട്സ് ഹൈ ലെവൽസ് ഓഫ് പെർഫോമൻസ് അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ ട്രെയിനിങ്ങിന് നല്ലൊരു ക്ലൈമറ്റാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ജോബ് സപ്പോർട്ട്. ജോബ് സപ്പോർട്ടാണ് സെക്കൻഡ് വൺ. ദാറ്റ് ഈസ് ജോബ് സപ്പോർട്ട് ഗെയിനിങ് ന്യൂ ഇൻഫർമേഷൻ എബൌട്ട് വേസ് ടു പെർഫോം വർക്ക് മോർ എഫക്റ്റീവ്ലി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജീരിയൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല ട്രെയിനിങ് ക്ലൈമറ്റ് ആണ്. ഇനി ജോബ് സപ്പോർട്ടും വേണം നല്ലൊരു ട്രെയിനിങ് ക്ലൈമറ്റ് ആണെങ്കിൽ. അതായത് ട്രെയിനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം ജോബ് സപ്പോർട്ടാണ് മറ്റൊരു ഫാക്ടർ. അതെന്താണ്? ഗെയിനിങ് ന്യൂ ഇൻഫർമേഷൻ എബൌട്ട് വേസ് ടു പെർഫോം വർക്ക് മോർ എഫക്റ്റീവ്ലി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. അപ്പോൾ അതെന്താണ്? ട്രെയിനിങ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഗെയിനിങ് ന്യൂ ഇൻഫർമേഷൻ എബൌട്ട് വേസ് ടു പെർഫോം വർക്ക് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം, അത് ജോബ് സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. സെക്കൻഡ് വൺ, ജോബ് അസൈൻമെൻറ്റ്സ് ആർ ഡിസൈൻഡ് ടു പ്രൊമോട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ജോബ് അസൈൻമെൻറ്റ്സ് ആർ ഡിസൈൻഡ് ടു പ്രൊമോട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ജോബ് ഓരോ എംപ്ലോയീസിനും ഓരോ ജോബ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടും കൂടിയാണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊമോട്ട് ദ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ കരിയറിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് വരാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ജോബ് അസൈൻമെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ സബോർഡിനേറ്റ്സിനൊക്കെ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്കറിയാമല്ലോ നമുക്ക് പല കഴിവുകളുണ്ട്, പക്ഷേ നമുക്ക് അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ജോബ് അസൈൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ, ലേണിംഗ് ന്യൂ വേസ് ഓഫ് പെർഫോമിംഗ് വർക്ക് ഈസ് വാല്യൂഡ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. ലേണിംഗ് ന്യൂ വേസ് ഓഫ് പെർഫോമിംഗ് വർക്ക് ഈസ് വാല്യൂഡ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. അത് നമ്മൾ മാനേജീരിയൽ സപ്പോർട്ടിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ വർക്ക് അസൈൻമെൻറ്റ്സ് ഇൻക്ലൂഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ന്യൂ ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ പെർഫോമൻസ്. അപ്പം വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ന്യൂ ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ പെർഫോമൻസ്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളത്. വർക്ക് ഓരോ എംപ്ലോയീസിനും വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? അവർക്ക് they are given opportunities to learn new techniques and a procedure for improving the performance. ഇനി നെക്സ്റ്റ് തേർഡ് വൺ, ഓർഗനൈസേഷണൽ സപ്പോർട്ടാണ്. മാനേജീരിയൽ സപ്പോർട്ടുണ്ട്, ജോബ് സപ്പോർട്ടുണ്ട്. തേർഡ് വൺ ആണ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്, OS. There is a performance appraisal system that ties financial rewards to use of newly acquired knowledge and skills. There is a performance appraisal system. അപ്പോൾ ഓർഗനൈസേഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക എന്നുള്ളതാണ്. ദാറ്റ് ടൈസ് ഫിനാൻഷ്യൽ റിവാർഡ്സ് ടു യൂസ് ന്യൂലി അക്വേർഡ് നോളജ് ആൻഡ് സ്കിൽസ്. അപ്പോൾ ഫിനാൻഷ്യൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നു. എന്നിട്ട് ഈ ന്യൂലി അക്വയർഡ് നോളജും സ്കില്ലും ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫിനാൻഷ്യൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഓർഗനൈസേഷൻ ട്രെയിനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എംപ്ലോയീസിന് ഈ ന്യൂലി അക്വയർഡ് നോളജും സ്കിൽസും ഒക്കെ അവരുടെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ദിസ് ഓർഗനൈസേഷൻ ഓഫേഴ്സ് എക്സലൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അത് നല്ലൊരു ട്രെയിനിങ് ക്ലൈമറ്റ് തന്നെയാണ്. തേർഡ് വൺ, എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് വിത്ത് റിസോഴ്സസ് നെസസറി ടു അക്വയർ ആൻഡ് യൂസ് ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്. അപ്പോൾ എംപ്ലോയീസിന് ന്യൂ സ്കില്ലും നോളജും അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ അവർക്ക് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മെഷീൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് വിത്ത് റിസോഴ്സസ് നെസസറി ടു അക്വയർ ആൻഡ് യൂസ് നോളജ് ആൻഡ് സ്കിൽസ്. ആൻഡ് ഫോർത്ത് വൺ, there are rewards and incentives for acquiring and using new knowledge and skills in one's job. അത് നമ്മൾ
ജോബ് സപ്പോർട്ടിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഓർഗനൈസേഷണൽ സപ്പോർട്ടിലും പറയുന്നത്. ദർ ആർ റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഫോർ അക്വയറിങ് ആൻഡ് യൂസിങ് ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ 3 എലമെൻറ്റ്സ് ഓഫ് ട്രെയിനിങ് ക്ലൈമറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? മാനേജീരിയൽ സപ്പോർട്ട്, ജോബ് സപ്പോർട്ട് ആൻഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്. ഇനി നെക്സ്റ്റ് അപ്പോൾ ട്രെയിനിങ് ക്ലൈമറ്റ് ആൻഡ് പെഡഗോജി എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ട്രെയിനിങ് ക്ലൈമറ്റ് ആൻഡ് പെഡഗോജി. അപ്പോൾ എന്താണ് പെഡഗോജി എന്നുള്ളതാണ്? ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജീസ്, ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ദാറ്റ് teachers or trainers can use to facilitate learning. It is the strategies, techniques and approaches that teachers or trainers can use to facilitate learning. എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് can use to facilitate learning. മറ്റുള്ളവർ പഠിക്കുക. അപ്പോൾ ട്രെയിനർ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ആരാണ്? മറ്റുള്ളവരെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല സ്ട്രാറ്റജീസും ടെക്നിക്സും അപ്രോച്ചസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ട്രെയിനർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, പഠിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്ട്രാറ്റജീസും ടെക്നിക്സും അപ്രോച്ചസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ട്രെയിനർ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് പെഡഗോജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെഡഗോജി ഈസ് ദ ആർട്ട് ഓർ സയൻസ് ഓഫ് ബീയിങ് എ ടീച്ചർ ഓർ ട്രെയിനർ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും എല്ലാ ട്രെയിനേഴ്സും ഒരുപോലെയല്ല. അപ്പോൾ അവർ ഓരോ ആൾക്കാരും പല സ്ട്രാറ്റജീസും ടെക്നിക്സും അപ്രോച്ചസും ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പം പെഡഗോജി ഈസ് ദ ആർട്ട് ഓർ സയൻസ് ഓഫ് ബീയിങ് എ ടീച്ചർ ഓർ ട്രെയിനർ. ഒരു ടീച്ചർ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആയിരിക്കുക എന്ന് പറയുന്ന ആർട്ട് അല്ലെങ്കിൽ സയൻസിനെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആർട്ടാണെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അപ്രോച്ചസും സ്ട്രാറ്റജീസും ഒക്കെ ഫോളോ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നതുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വേർഡ് പെഡ റിഫേഴ്സ് ടു ചിൽഡ്രൻ and which is why some like to make the distinction between pedagogy and andragogy. അപ്പോൾ പെഡ മീൻസ് ചിൽഡ്രൻ ആണ്. അതുപോലെ തന്നെ പെഡഗോജി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡായിട്ടുള്ള പെയ്ഡഗോഗിയോ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പെയ്ഡഗോഗിയോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, ഗ്രീക്ക് വേർഡായിട്ടുള്ള പെയ്ഡഗോഗിയോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ലീഡ് ദ ചൈൽഡ് എന്നുള്ളതാണ്. ടു ലീഡ് ദ ചൈൽഡ്. അപ്പോൾ പെഡഗോജി എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പെഡഗോജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ ടീച്ചിങ് ദ ചിൽഡ്രൻ, അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും ടെക്നിക്സും അപ്രോച്ചസുമാണ് പെഡഗോജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആൻഡ്രഗോജി, അപ്പോൾ 2 ടേം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും അഡഗോജി എന്ന് പറഞ്ഞാൽ ആൻഡ്രഗോജിയാണ്, അഡഗോജി അല്ല, ആൻഡ്രഗോജി ടീച്ചിങ് അഡൽട്ട്. അപ്പോൾ അത് 2 ടേം ഓർത്തിരിക്കുക. അപ്പോൾ പെഡഗോജി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രഗോജി മീൻസ് ടീച്ചിങ് അഡൽട്ട്. ആൻഡ് ദ ലാറ്റിൻ ഡിറൈവ്ഡ് വേർഡ് ഫോർ പെഡഗോജി എഡ്യൂക്കേഷൻ ഈസ് മച്ച് മോർ വൈഡ്ലി യൂസ്ഡ്. ഇപ്പോൾ ഗ്രീക്ക് വേർഡിൻ്റേതാണ് നമ്മൾ ടീച്ച് ദ ചൈൽഡ് എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ലാറ്റിൻ വേർഡിൻ്റെ പെഡഗോജി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. അപ്പോൾ അതാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്നുള്ള മീനിങ്ങിലാണ് പെഡഗോജി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. പെഡഗോജി ഈസ് ഓൾസോ സംടൈംസ് റിഫേർഡ് ടു ആസ് കറക്റ്റ് യൂസ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു പെഡഗോജി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ്, ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ദാറ്റ് ടീച്ചേഴ്സ് ഓർ ട്രെയിനേഴ്സ് ക്യാൻ യൂസ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അപ്പോൾ പെഡഗോജി ഈസ് ഓൾസോ റിഫേർഡ് ടു ആസ് ദ കറക്റ്റ് യൂസ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പെഡഗോജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഡെവലപ്പിംഗ് ട്രെയിനിങ് മൊഡ്യൂൾസ് ആണ്. ഡെവലപ്പിംഗ്
training modules. Training modules are the heart and soul of a structured on-the-job training. Without them, even the best trainers will splash. A training module is a unit of training which helps the trainer to impart training more effectively. Training modules have several purposes. അപ്പോൾ ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a unit of training which help the trainer to impart training more effectively. അപ്പോൾ ഏതൊക്കെ കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ട്രെയിനിങ് മൊഡ്യൂൾസ് ആർ ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ സ്ട്രക്ചേർഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പം വർക്ക് പ്ലേസിൽ തന്നെയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വർക്ക് പ്ലേസിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പം സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രക്ചേർഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ട്രെയിനിങ് മൊഡ്യൂൾസ് ഈവൻ ദ ബെസ്റ്റ് ട്രെയിനേഴ്സ് വിൽ സ്പ്ലാഷ്. അപ്പം ബെസ്റ്റ് ട്രെയിനേഴ്സും എന്ത് ചെയ്യാം? ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? കൃത്യമായിട്ട് ഓരോന്നും എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് ആദ്യത്തെ സെക്ഷനിൽ ഇത് പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ എംപ്ലോയീസിനെ ട്രെയിനേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നുണ്ട് വിച്ച് ഹെൽപ്സ് ദ ട്രെയിനർ ടു ഇമ്പാർട്ട് ട്രെയിനിങ് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ട്രെയിനിങ് മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത്. ആ 3 സ്റ്റെപ്പാണ് മെയിനായിട്ടും പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഡ്രോ എ 2 column ഫോർമാറ്റ് ഓൺ എ വൈറ്റ് ബോർഡ് സോ ദാറ്റ് എവരി ടീംമേറ്റ് ക്യാൻ സീ. അപ്പോൾ ട്രെയിനിങ് മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? Draw a 2 column format on a whiteboard so that every teammate can see. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെലക്ട് എ ജോബ് ടാസ്ക്. The team should be able to readily identify a task that needs training. അപ്പോൾ എന്താണ്? ട്രെയിനിങ് ആവശ്യമുള്ള ഒരു ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ജോബിനാണ് ട്രെയിനിങ് വേണ്ടത് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. The team should ensure that the selected persons could be taught and learned in half an hour. Otherwise, the training module will be too long and burdensome. അപ്പോൾ എന്താണ്? അരമണിക്കൂർ നേരത്തെ ഒരു ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. The team should ensure that the selected persons could be taught and learned in half an hour. അപ്പോൾ ഹാഫ് ആൻ അവർ കൊണ്ട് ഇത് പഠിപ്പിച്ച് തീർക്കുന്ന രീതിയിൽ വേണം ട്രെയിനിങ് അറേഞ്ച് ചെയ്യാൻ. അതർവൈസ് ദ ട്രെയിനിങ് മൊഡ്യൂൾ വിൽ ബി ടു ലോങ് ആൻഡ് ബേർഡൻസം. അതൊരു ബേർഡനായിട്ട് അവർക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് ആൻ അവറിലേക്കുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം നോക്കുക. പിന്നെ കുറച്ച് ബ്രേക്കിന് ശേഷമൊക്കെ വീണ്ടും നമുക്ക് അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങാം. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു 2 column ഫോർമാറ്റ് വൈറ്റ് ബോർഡിൽ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ജോബ് ടാസ്ക്, ഏതിനാണോ ട്രെയിനിങ് വേണ്ടത് ആ ജോബ് ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹാഫ് ആൻ അവറിലേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് അതിനെ ആക്കുക എന്നുള്ളതാണ്. ഇനി സ്റ്റെപ്പ് 3ൽ എന്താ ചെയ്യുന്നത്? റൈറ്റ് മൊഡ്യൂൾ നമ്പർ ആൻഡ് ടൈറ്റിൽ ഇൻ ദ 2 column ഫോർമാറ്റ്. ഒരു കോളത്തിൽ മൊഡ്യൂൾ നമ്പർ എഴുതുക, മൊഡ്യൂൾ നമ്പർ 1. ഇനി അതിൻ്റെ ടൈറ്റിൽ എന്താണോ, എന്തിനെക്കുറിച്ചാണ് അതിനകത്ത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, ടൈറ്റിൽ അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. അപ്പോൾ അങ്ങനെ 2 column ഫോർമാറ്റിൽ റൈറ്റ് മൊഡ്യൂൾ നമ്പർ ആൻഡ് ടൈറ്റിൽ. ദ ട്രെയിനിങ് മൊഡ്യൂൾ ഷുഡ് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂള് എന്താണ് എന്നുള്ളത് അതിനകത്ത് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്താണ് പറയേണ്ടത്? ദ ട്രെയിനിങ് മൊഡ്യൂൾ ഷുഡ് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ. എക്സാമ്പിൾ പറയുന്നതാണ് ടു ഡ്രിൽ. ടു ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭിത്തിയൊക്കെ തുളയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ മെഷീന് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മെഷീനൊക്കെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ. ആക്ഷൻ എന്താണ്? ടു ഡ്രിൽ. ദ ഒബ്ജക്റ്റ് എന്താ? ഡ്രില്ല് ചെയ്യേണ്ടത് എന്താണ്? ഒരു ഹോൾ ആക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ഹോള്. ഇനി ആൻഡ് സ്റ്റെപ്സ് ഓഫ് ആക്ഷൻ.
എക്സാമ്പിൾ എന്താണ്? വാട്ട് ദ ട്രെയിനി വാണ്ട്സ് ടു ഡു. ആദ്യം എന്ത് ചെയ്യണം? ഡ്രില്ലിംഗ് മെഷീൻ എടുക്കണം, പിന്നെ അത് പ്ലഗിൽ കുത്തണം, പിന്നെ അതിന് എന്താണ് പല വലിപ്പത്തിലുള്ള നമ്മുടെ നമുക്ക് ഹോൾ ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള അതിൻ്റെ പിന്നെന്നോ എന്തോന്നോ അതിന് പറയുന്നത്, ആ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു പിന്നിട്ട് കൊടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം, പിന്നെ ഓണാക്കണം അല്ലേ. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രെയിനിങ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ 2 കോളം ഫോർമാറ്റ് നമ്മൾ റെഡിയാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ജോബ് ടാസ്ക് സെലക്ട് ചെയ്തു, ഹാഫ് ആൻ അവറിലേക്കുള്ള ഒരു ജോബ് ടാസ്ക് ആയിട്ട് അതിനെ റെഡിയാക്കുക. മൂന്നാമത്തെ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രെയിനിങ് മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് എന്താണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ് ട്രെയിനി പെർഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ ഇങ്ങനെയാണ് ട്രെയിനിങ് മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ട്രെയിനിങ് മൊഡ്യൂൾ എന്താണെന്ന് ഓർത്തിരിക്കുക. ട്രെയിനിങ് മൊഡ്യൂൾസ് ആർ ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ structured on-the-job training program. Without them, even the best trainees will splash. A training module is a unit of training which helps the trainer to impart training more effectively. Okay, thank you.